പെരിന്തൽമണ്ണയുടെ നജീബൊക്കെ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. നജീബും ഞാനും നമ്മുടെ സൗഹൃദം നിങ്ങൾക്ക് അറിയും. പറഞ്ഞോളൂ. നജീബ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെന്താ കഴിഞ്ഞ തവണത്തെ വോട്ട് സംശയത്തിലാവൂ. എന്റെ വോട്ട് ഒറ്റപ്പാലത്താ. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഒത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞാൻ ഒരു ചർച്ചയ്ക്കും പോയിട്ടില്ല. ഞാൻ CPM നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തിയത് മുഴുവൻ മാധ്യമങ്ങളിലാണ്. BJPയുടെ വക്താവ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരുപാട് ഫോളോവേഴ്സുകളാണ്. താങ്കളെ പിന്തുണക്കുന്നവർ കോൺഗ്രസിന്റെ ഭാഗമാകും. ഞാൻ ആരെയും ഇതിന്റെ പേരിൽ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടില്ല. മനസ്സിലായല്ലോ. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് ആർക്കും കടന്നു വരാം. ഇവിടെ ആർക്കും മുന്നിലും വാതിൽ കൊട്ടിയടച്ചിട്ടില്ലല്ലോ. വരട്ടെ, ആർക്കെങ്കിലും എന്നെ ബന്ധപ്പെടണമെങ്കിൽ ബന്ധപ്പെടാം. എല്ലാവരുടെ കയ്യിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്. അവർക്ക് ബന്ധപ്പെടാം. സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസിലേക്ക് വരണം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിന് സ്വാഭാവികമായിട്ടും വേണ്ടി വരും. ഈ സന്ദീപിനെ പോലെ പാർട്ടിയിൽ അസ്വസ്ഥതയെ നിൽക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. താങ്കളുമായി നല്ല റാമ്പിലുമാണ്. അത്തരം ചില മൂവ്മെന്റുകൾ ഇനി സന്ദീപ് വന്നു കഴിഞ്ഞാൽ ഒരു പാല വിടുവോ? നോക്കുക, അവര് സീനിയർ നേതാവാണ്. അവർക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ അവരാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. സന്ദീപ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്ത് പറയും?